അമ്മയെ കാണാനായി ദുബായിൽ നിന്നും നാട്ടിലെത്തിയ മകൾ കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. മകൾക്ക് വേണ്ടി അമ്മ അവിടെ ഒരുക്കിവെച്ചത് കത്തിക്കരിഞ്ഞ സ്വന്തം മൃതശരീരം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ വീട്ടമ്മയുടെ മരണത്തിലേക്ക് നയിച്ച കാരണവും ഞെട്ടിക്കുന്ന ഒന്നു തന്നെയാണ്. തൃത്തല്ലൂർ ഏഴാങ്കല്ല് കോഴിശ്ശേരിയിൽ പരേതനായ രമേശിന്റെ ഭാര്യ ഷൈനിയാണ് മരണമടഞ്ഞത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സംഭവം നടക്കുന്നത്. ദുബായിലായിരുന്ന ഷൈനിയുടെ മൂത്ത മകൾ ബിലു കഴിഞ്ഞ ദിവസം പുലർച്ചെയോടെയാണ് നാട്ടിലെത്തുന്നത്. തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് മുൻവശത്തെ വാതിലിനു മുകളിൽ ഒരു കുറിപ്പ് ഒട്ടിച്ചു വെച്ച നിലയിലായിരുന്നു. അതിൽ വീടിന്റെ താക്കോൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലവും സൂചിപ്പിച്ചിരുന്നു. ശേഷം താക്കോലെടുത്ത് വീടിനകത്ത് കയറിയപ്പോൾ ബിലുവിന് ലഭിക്കുന്നത് അമ്മയുടെ ആത്മഹത്യാക്കുറിപ്പാണ്. പിന്നാലെ പരിഭ്രാന്തയായ മകൾ അയൽക്കാരെയെല്ലാം വിളിച്ചു വരുത്തി വീട്ടിൽ മുഴുവൻ തിരച്ചിൽ നടത്തി. അതിനിടയിലാണ് വീട്ടുവളപ്പിൽ തന്നെ മതിലിനോട് ചേർന്ന് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് വലിച്ചു കെട്ടി വിറകുകൾ കൂട്ടി ചിതയൊരുക്കി കത്തിക്കരിഞ്ഞ നിലയിൽ ഷൈനിയുടെ മൃതദേഹം കാണുന്നത്. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തലേന്ന് സന്ധ്യയോടെ ഷൈനിയുടെ വീട്ടുവളപ്പിൽ നിന്നും തീ ഉയരുന്നത് കണ്ടതായി സമീപവാസികൾ പറയുന്നു. എന്നാൽ മകൾ വരുന്നതിനാൽ വീട് വൃത്തിയാക്കി മാലിന്യം കത്തിക്കുകയാണെന്നാണ് എല്ലാവരും കരുതിയത്. ആ ഭാഗം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മറച്ചിരുന്നതിനാൽ വ്യക്തമായി ഒന്നും കാണാനും സാധിച്ചിരുന്നില്ല. എല്ലാം കൃത്യമായി കണക്കുകൂട്ടി തന്നെയാണ് ഷൈനി ജീവനൊടുക്കിയതെന്നാണ് നിഗമനം. തന്റെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും മകൾ ബില്ലുവിന്റെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. വാടകയ്ക്ക് നൽകിയിരുന്ന ഇവരുടെ കടമുറിയുടെ വാടക ഇനി മുതൽ മകളുടെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയെന്നും കഴിഞ്ഞ ദിവസം ഷൈനി പറഞ്ഞിരുന്നതായും വിവരമുണ്ട്. ഷൈനിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന തുക മുഴുവനായും മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന ഷൈനിയുടെ 25-കാരിയായ ഇളയ മകൾ 1 വർഷം മുൻപാണ് മരണപ്പെടുന്നത്. ഇതിനുശേഷം ഷൈനി മാനസികമായി തളർന്നിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഇതാണ് ഷൈനിയെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമികമായ നിഗമനം. ഷൈനിയുടെ ഭർത്താവ് രമേശനും മുൻപ് മരണപ്പെട്ടിരുന്നു. ഷൈനിയുടെ മൃതദേഹം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടു നൽകി.